വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ തിരുനാളിൻ്റെ ദിവസമില്ലേ, ഈ മെയിനായിട്ടുള്ള ദിവസത്തെ വീഡിയോകളാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു, എല്ലാം കൂടി ചേർത്തിട്ട് വേഗം ഒന്ന് എടുത്തതിനിടയിൽ ഊരുചുറ്റി പ്രദക്ഷിണം 2 മണിക്ക് ആരംഭിച്ചിട്ട് വൈകുന്നേരം രാത്രി ആകുമ്പോഴാണ് കയറണം. 8 മണിയാകുമ്പോഴേക്കും രൂപ എത്തോളൂ പള്ളിയിൽ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരും സംഘാടകരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. കൊച്ചച്ഛനൊക്കെ മുന്നേ പോയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചൊന്ന് പ്രദക്ഷിണം മുറിഞ്ഞു പോയിട്ടുണ്ട്. നടക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ പോയത് എടുക്കണം കേട്ടോ. കുരിശുമുറ്റം കുരിശുപള്ളിയിലുള്ള അവിടുത്തെ പടക്കം പൊട്ടണമാണ് ഈ മോളിൽ കാണുന്നത് കേട്ടോ. നമ്മുടെ പള്ളിയിൽ വെടിക്കെട്ട് വേറെ ഉണ്ടായിരുന്നു, പാലത്തിൻ്റെ അടുത്തൊക്കെ വെടിക്കെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ, ഒരു ഭംഗിയല്ലേ, പള്ളിയും ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റും ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വണ്ടിയിൽ കയറി പോയി എടുക്കാറുണ്ട് കാരണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വേറെ ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കണില്ല അധികം. നിങ്ങൾ കണ്ടു നോക്കുക, അവസാനം വരെയുള്ള ഗാനമേള വരെ ഉണ്ട്. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ പാട്ട് കളഞ്ഞിട്ടില്ല. നോക്കാം നമുക്ക്. ഇപ്പോൾ എന്തായാലും കൊച്ചച്ഛനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് കൊണ്ട് വെച്ചിട്ട് സ്ലോവിൽ നടന്നു വന്നത് പോലീസ് ജീപ്പൊക്കെ വഴി. പ്രഭാതത്തിൽ പ്രതിഷ്ഠാരൂപം 50 രൂപം നാം താഴെയെടുക്കും. ഈ നിമിഷം വരെയും നാം പുണ്യവാളിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഒരു വിലാസമാണ്. കാരണം നമുക്ക് ഈ പുണ്യഭൂമിയിൽ പാദസ്പർശമേറ്റ ഈ സൗരാജ്യമാണ് ഈ പ്രദേശത്ത് മാത്രമല്ല, ഈ ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അപാരവൃന്ദ ജനങ്ങളെയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവരെയും കൈകോർത്ത് പിടിക്കുന്ന പുണ്യമാണ്. ആത്മാക്കളെ നേടുവാൻ നമ്മളോട് ആവശ്യപ്പെട്ട പുണ്യമാണ്. ആത്മാക്കളുടെ രക്ഷയാണ് നമ്മൾ ആഗ്രഹിക്കുക. ഈ ലോകത്തിൽ ഒത്തിരിയേറെ പല പടികളിൽ
അപ്പൊ നമ്മുടെ റേമോ ഡാൻസ് ഒക്കെ കളിച്ചു തുടങ്ങിയതാണ്. മഴയും വന്ന് പിന്നെ 10 മണി കഴിഞ്ഞാൽ കേരളത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് പരിപാടി നിർത്തിക്കളഞ്ഞ്. അത് കാരണം നമ്മൾ വേഗം പോവേണ് കേട്ടാ. അപ്പൊ നമ്മുടെ തിരുനാളിന്റെ അവസാന ഘട്ടമായിരുന്നു. ഗാനമേള ഉണ്ടായിരുന്നു. നമുക്ക് ആറ്റു നോറ്റി കാണാൻ വന്നതാണ്. മഴയും വന്ന് അതോടൊപ്പം സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോലീസുകാർ പറഞ്ഞിട്ട് പാട്ടൊക്കെ നിർത്തി വെച്ച് അവിടെ കലാഭവമണിയുടെ പാട്ട് പാടാതെ വിടൂല എന്ന് പറഞ്ഞിട്ട് അവിടെ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു കൈ പറഞ്ഞേക്ക്. അപ്പോൾ ഇന്നത്തോടുകൂടി ഇനി നമുക്ക് 8-ാം പെരുന്നാളിന് കാണാം കേട്ടോ. ഇവിടെ വെക്ക്, വണ്ടി ഇവിടെ വെക്ക്, നടന്നു പോകാം. വണ്ടി ഇവിടെ വെക്ക്, നടന്നു പോവാം, സൂക്ഷിച്ചു വാ. താക്കോലെടുക്കും, താക്കോല് ഗൈസ്. അപ്പോൾ നമ്മൾ മടങ്ങി പോയിട്ട് തിരിച്ചു പോവേണ്ട. അവിടെ അവർ പാടിച്ചിട്ടേ വിടോളെന്ന് പറഞ്ഞിട്ട് അവിടെ പാടിക്കേണ്ടതെന്നാണ്. അവര് അവിടെ സമയം 10 മണി കഴിഞ്ഞാൽ കേരളത്തിൽ അലൗഡ് അല്ല. ഇപ്പൊ 10 ആകാൻ പോണേ. എന്നിട്ട് അവരവിടെ പാടിച്ച് പാടിക്കഴിഞ്ഞാൽ ഇനി എന്താവോ പോലീസുകാർ സമ്മതിക്കൂലായിരുന്നു. ഒരൊറ്റ പാട്ട് കലാഭവന്റെ പാട്ട് പാടാതെ വിടൂലെന്ന് പറഞ്ഞിട്ട് അവരവിടെ പാടിക്കഴിഞ്ഞാൽ അത് 2ാമത് അടക്കണം കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അവർ പാടിക്കാതെ വിടൂല എന്ന് പറഞ്ഞിട്ട് മണിച്ചേണ്ട പാട്ടിട്ട് തകർത്ത് ജനം മൊത്തം ഡാൻസ് കളിക്കേണ്ട. കാരണം പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട്, അവർ സമ്മതിച്ച്. അതുകൊണ്ടാണ് ഒരു പാടിയത്. 1/2 മണിക്കൂറും കൂടി പോലീസുകാർ കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ പാട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഓവർലാപ്പ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് വരുമോ എന്ന് ഓർത്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. നല്ല തിരക്കായിരുന്നു അന്ന് ഗാനമേളക്ക്. ഒരു പെരുന്നാളിനില്ലാത്ത അത്ര തിരക്കെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ളവരുണ്ടാവുമല്ലോ. പക്ഷെ നമുക്കിത് ലാസ്റ്റ് മണിക്കൂറുകളിൽ ഈ ഡാൻസ് ഇത്രയും പേര് നിൽക്കുന്നവർ മൊത്തം കിടന്ന് തുള്ളയാണ് കേട്ടോ. മഴ വന്ന അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. മഴ വന്നാലൊന്നും ആരും പോകാൻ കൂട്ടാക്കിയില്ല. എല്ലാവരും മഴയത്തൊക്കെ തന്നെ ഇരുന്നാണ് ഗാനമേള കണ്ടത് കേട്ടോ. ഭയങ്കര തകർക്കായിരുന്നു. പാടിച്ചിട്ട് വിട്ടുള്ളൂ. കൊറോണയൊക്കെ മാറിയിട്ട് കേരളത്തിന്റെ നിയമം മാറിയില്ലല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ തോന്നി പോലെ അടക്കേണ്ടി. ഇത് മാത്രം കഷ്ടമുണ്ട്. ഒരു സമയമല്ല, ഒരു 10 വരെയൊക്കെ നോക്കാം എന്തായാലും. അപ്പം അതും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ആൾ. നിരക്ക് പോ. സ്റ്റാർട്ട് ചെയ്ത് ഏത് മൂഡ് യൂട്യൂബിലിടാ. അത് ചെയ്യാം, എന്തെങ്കിലും ചെയ്യാം. നനഞ്ഞു ചീഞ്ഞ് വീട്ടിലെത്തി. നനഞ്ഞു ചീഞ്ഞ് ഞാനും നനഞ്ഞു ചീഞ്ഞു ഗൈസ്. ഉടുപ്പൊക്കെ നനഞ്ഞു പോയി.
എന്തായാലും ഒരു നല്ല മഴയും കിട്ടി. കുർബാന കഴിഞ്ഞ അനുഗ്രഹമായിട്ട് നമുക്ക് ഗാനമേള അങ്ങനെ ഒരു പുളിയായി. കലാപം മണിച്ചേട്ടൻ്റെ പാട്ട് പാടിച്ചിട്ട് അത് വിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ. പറയുമ്പോൾ ഒന്ന് എത്തി നോക്കിക്കൊണ്ട് പോയതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ആൾ. ചോറിൻ്റെ ഗാനമേള എനിക്ക് വന്നിട്ട് ചോറിന്നിട്ടുള്ള അരച്ച് ചൂടാക്കിയിട്ട് വേണം ചോറിൻ്റെ പോട്ടേട്ടാ.